ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്നും കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന ഗ്രാമം അപ്രത്യക്ഷമാവാൻ ഇനി എത്ര കാലം എന്ന ചോദ്യം മുഴങ്ങിത്തുടങ്ങിയിട്ട് നാളേറെയായി. ഈ ഗ്രാമത്തിലെ കരയുടെ മുക്കാൽ പങ്കും ഇന്ന് കടലിലാണ്. കടലിനെയും കായലിനെയും വേർതിരിക്കുന്ന ഒരു വരമ്പ് മാത്രമാണ് ഇന്ന് ആലപ്പാട്. ഈ വരമ്പ് മുറിഞ്ഞാൽ അതുണ്ടാക്കാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തോടെ ഈ ലക്കം ബിയോണ്ട് ദി ഹെഡ്ലൈൻസ് തുടങ്ങുന്നു. കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് എന്ന തീരഗ്രാമത്തിലെ ജനങ്ങൾ 70-ലേറെ ദിവസങ്ങളായി അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. ആലപ്പാട്ട് പഞ്ചായത്തിലെ 5000-ഓളം കുടുംബങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിതം തുടരാൻ വേണ്ടിയാണ് ഈ സമരം. കരിമണൽ ഖനനം മൂലം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഭൂമിയിൽ ശേഷിക്കുന്നതെങ്കിലും നിലനിർത്താൻ വേണ്ടിയാണ് ഇത്. കിലോമീറ്ററുകളോളം ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകളോളം ഏരിയകളാണ് ഈ തീരദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഖനനം നടന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സുനാമി പോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ബാധിക്കാൻ ഏറ്റവും കൂടുതൽ അതും ഒരു വലിയൊരു കാരണം തന്നെയാണ്. 3 കിലോമീറ്റർ വരെ വീതി ഉണ്ടായിരുന്ന ഈ പഞ്ചായത്ത് ഈ 50 വർഷത്തിന് ശേഷിക്കുമ്പോൾ നമുക്കത് 20 മീറ്റർ മുതൽ 300 മീറ്റർ വരെ ആയിട്ട് ചുരുങ്ങിയതായി കാണാൻ കഴിയും. 5000-ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞു. ഇതുവരെ അവിടെ IRA എടുത്തിട്ടുള്ളത് വസ്തു എന്ന് പറയുന്നത് ഒരു രീതിയിലും പാട്ടക്കരാറിലായിരുന്നില്ല. അവിടെ എടുത്തിരുന്നത് മൊത്തം 50,000, 30,000, 20,000 അല്ലെങ്കിൽ പൊന്നുമില്ല രീതിയിലായിരുന്നു അവിടുത്തെ വസ്തുക്കൾ അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. കാരണം അതങ്ങനെ കൊടുക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിലേക്ക് കടൽ കയറി ഒഴുകുമ്പോൾ ആ കടൽ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും അതിന് യാതൊരുവിധ നഷ്ടപരിഹാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ എന്ന രീതിയിൽ IRAക്ക് അത് കൊടുത്തിട്ട് പോകേണ്ട ഒരു സാഹചര്യം. ഇന്നൊരു സെൻറ്റ് വസ്തു മേടിക്കണമെങ്കിൽ ഈ ആലപ്പാടിൻ്റെ ഈ പഞ്ചായത്തിൽ തന്നെയുള്ള സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ റോഡിന് ഈ കായൽ TS കനാലിന് കിഴക്കേ കരയിൽ 2, 3, 4 ലക്ഷം രൂപ വിലയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 50,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും വസ്തു കൊടുത്തിട്ട് പോയി എന്ന് പറയുന്നതിനകത്ത് എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? ഇത് ഇവിടെ ജീവിക്കുന്നവരുടെ ഇന്നത്തെ അവസ്ഥയാണ്. അറബിക്കടലിനെയും TS കനാലിനെയും വേർതിരിക്കുന്ന കരപ്രദേശമാണ് ആലപ്പാട്ട്. 1955-ൽ ആലപ്പാടിൻ്റെ വിസ്തൃതി 89.5 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ അത് 7.5 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. കരയ്ക്ക് ചില പ്രദേശങ്ങളിൽ 20 മീറ്ററിൽ താഴെ മാത്രമാണ് വീതി. 1960കളിൽ തുടങ്ങിയ കരിമണൽ ഖനനമാണ് ഈ നാടിനെ എപ്പോൾ വേണമെങ്കിലും കടലെടുക്കാമെന്ന അവസ്ഥയിൽ എത്തിച്ചത്. സേവാലപ്പാട് എന്ന് പറഞ്ഞാൽ ആലപ്പാട് സംരക്ഷിക്കുക എന്നൊരൊറ്റ മുദ്രാവാക്യമാണ്. പക്ഷേ ആലപ്പാട് സംരക്ഷിക്കപ്പെടണമെങ്കിൽ മൈനിങ് സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ ആലപ്പാടെന്ന് പറയുന്ന ഭൂപ്രദേശം 1955 വരെയും 89.5 ചതുരശ്ര കിലോമീറ്ററാണ് ലിത്തോ മാപ്പിൽ അടയാളപ്പെടുത്തിയിരുന്നത്. ഖനനത്തിൻ്റെ ഫലമായിട്ട് അത് 7.6 ചതുരശ്ര കിലോമീറ്ററായിട്ട് ഈ ആലപ്പാട് ഇപ്പോൾ ചുരുങ്ങിയിരിക്കുകയാണ് 2015 കണക്ക് പ്രകാരം. അപ്പോൾ ഇനിയും ഖനനം തുടർന്നാൽ ഈ 7.5 ചതുരശ്ര ഭൂമിയിലെ റിസോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ലാഭം എത്ര കോടിയാണെങ്കിലും അതിൻ്റെ ഇരട്ടി നഷ്ടം കേരളത്തിനുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് ഉള്ള മുദ്രാവാക്യം ഉയർത്തുന്നത്. ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ കര നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഭീമമായ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കര നഷ്ടപ്പെടുന്നതിന് ഒരു മുന്തിയ പങ്ക് ഈ അശാസ്ത്രീയമായ ഖനനം വഹിക്കുന്നുണ്ട് എന്നത് ആളുകളുടെ ഉത്തമ ബോധ്യമാണ്. മറിച്ചുള്ള അഭിപ്രായങ്ങളും അതിൻ്റെ ശാസ്ത്രീയമായി എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടുകളും വേണ്ടത്ര വിശ്വാസ്യത നേടാൻ കഴിയുന്ന നിലയിൽ ഇതുവരെ വന്നിട്ടില്ല. IRAയുടെ ഖനനം ശാസ്ത്രീയമായിട്ടാണോ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് 2002-ൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം നടത്തിയ പഠനത്തിന് വിധേയമായി അല്ലെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ ഖനനം നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പഠന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ കടൽ തീരത്ത് വന്നടിയുന്ന കരിമണൽ അത് ശാസ്ത്രീയമായി എങ്ങനെ നീക്കം ചെയ്യാമെന്നുള്ളതാണ് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ രീതിയിലുള്ള പഠനം KMML നടത്തിയിട്ടുണ്ട്. ഞാൻ IRAയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അവിടുത്തെ
ചീഫ് ജനറൽ മാനേജറായിട്ടൊക്കെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവരിപ്പോഴും ഖനനം ചെയ്യുന്നത് എന്നാണ്. കടൽ കയറി വരുന്നതിൻ്റെ കാരണം നിയന്ത്രണമില്ലാത്ത കരിമണൽ ഖനനം തന്നെയാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. മറിച്ചുള്ള വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വരമ്പ് മാത്രമായി നിലനിൽക്കുന്ന കര ഇല്ലാതായാൽ ആലപ്പാട് മുതൽ 100 കിലോമീറ്റർ വരെ വടക്കോട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതമാർഗം പാടെ ഇല്ലാതാവും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. പഠന റിപ്പോർട്ടുകൾ എന്തു പറഞ്ഞാലും ഒരു ജനവാസ കേന്ദ്രമാകെ ഇല്ലാതാകുന്നു എന്നതാണ് അനുഭവ സത്യം. കടലിനെയും കായലിനെയും വേർതിരിക്കുന്ന കര ഇല്ലാതായാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ആലപ്പാട്ടും സമീപ പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങുന്നതല്ല. കൊല്ലം ജില്ലയുടെ തെക്കൻ തീരപ്രദേശം മുതൽ അപ്പർ കുട്ടനാട് വരെയുള്ള പ്രദേശത്തിൻ്റെ നിലനിൽപ്പ് ചോദ്യചിഹ്നമാകും. കടലിനെ ഒരു ഡാം പോലെ കെട്ടി നിർത്തിയിരിക്കുന്ന ഈ പ്രദേശത്ത് കടൽ പൊടിയിലൂടെ കടന്നു തുടങ്ങിയപ്പോൾ അങ്ങനെ ഇതിൻ്റെ വിട്ട് കുറഞ്ഞ് കടന്നാൽ അത് ദേശീയ ജലപാതയായ TS കനാലിനെ ബാധിക്കും. ഒരുപക്ഷെ അതും കടന്ന് കിഴക്കോട്ട് കടന്നാൽ ശാസ്താംകോട്ട കായലിനെയോ വടക്കോട്ട് പോയാൽ അത് കുട്ടനാടിനെയോ അപ്പർ കുട്ടനാടിനെയോ ബാധിക്കും. അവിടുത്തെ കൃഷി ജല സംഗതികളെല്ലാം ബാധിക്കും. ഇത് വടക്കോട്ട് തീരം ഇടിയുന്നത് വടക്കോട്ട് വന്നാൽ മുമ്പ് ഖനനം ആലോചിച്ചിരുന്ന തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പ്രദേശങ്ങളിലേക്കും തോട്ടപ്പള്ളി സ്പിൽവേ വരെയും വരാം. ഇത് വലിയൊരു ദുരന്തം ഇപ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു തുണ്ട് കര എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക എന്നതാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കടൽ തീരത്തുനിന്ന് കരിമണൽ ആവശ്യാനുസരണം എടുത്തു മാറ്റിയാൽ മാത്രമേ വീണ്ടും കടലിൽ നിന്ന് കരയിലേക്ക് കരിമണൽ വന്ന് ചേരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പിന്നെ റീഫില്ല് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. വെള്ളനാതുരത്തിലാണ് പുലിമുട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് മന്ത്രി പറഞ്ഞത്. പിന്നെ അത് വേറൊരു സ്ഥലമാകുന്ന എങ്ങനെയാണ്? വെള്ളനാതുരത്ത് ആലപ്പാട് പഞ്ചായത്തിലാണ്. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് വെള്ളനാതുരത്തിൽ ഖനനം നടത്തിയാലും പൊന്മനയിൽ ഖനനം നടത്തിയാലും അതിൻ്റെ ആഘാതം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനന രീതി തുടർന്നാൽ അതിൻ്റെ ആഘാതം ആലപ്പാട് പഞ്ചായത്തിലും ആറാട്ടുപുഴ പഞ്ചായത്തിലും തൃക്കുന്നപ്പുഴ പഞ്ചായത്തിനും തീരപ്രദേശത്തും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഖനനത്തിൻ്റെ തീവ്രത കൂടിയപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന ചാകര എന്ന് പറയുന്ന പ്രതിഭാസം അപ്രത്യക്ഷമായത്. ആലപ്പാട് പഞ്ചായത്ത് അതിൻ്റെ ഭൂപ്രദേശം നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതിനെ നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിന് ഖനനം മാത്രമാണോ കാരണം? ഈ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കടലാക്രമണങ്ങൾ അതിൻ്റെ ഇതിന് ഇടയാക്കുന്നുണ്ടോ എന്നതൊക്കെ ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട വിഷയങ്ങളാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. എന്നാൽ ഖനനം അതിനകത്തൊരു ഘടകമാണ് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു ദുരന്തം സമീപത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ പോംവഴി അന്വേഷിക്കുന്നതിന് പകരം കരിമണൽ ഖനനം കൊണ്ട് നേടാവുന്ന സമ്പത്തിൻ്റെ കണക്കെടുപ്പാണ് ഔദ്യോഗിക ഏജൻസികൾ നടത്തുന്നത്. പക്ഷേ ഈ സമ്പത്ത് നഷ്ടമാവാനിടയുള്ള ജീവിത നഷ്ടങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ അത്രയൊന്നും വലുതല്ല എന്ന ലളിതമായ കാര്യം തിരിച്ചറിയേണ്ടവർ ഇനിയും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. കരിമണൽ നാടിൻ്റെ സമ്പത്താണെന്നതിൽ ആർക്കും തർക്കമുണ്ടാവാൻ ഇടയില്ല. പക്ഷേ ആ സമ്പത്തിൻ്റെ അനിയന്ത്രിതമായ ചൂഷണം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെങ്കിൽ അതിന് പോംവഴി കണ്ടെത്തേണ്ടത് അധികാരികളുടെ ബാധ്യതയാണ്. എന്നാൽ അപകടം തൊട്ടടുത്തെത്തിയിട്ടും അതിനെ ലളിതവൽക്കരിക്കാനാണ് അധികൃതരുടെ ശ്രമം. പ്രകൃതി നമുക്ക് നൽകിയ സമ്പത്താണിതൊക്കെ. അതൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും, ആളുകൾക്കും നാടിനും ഉപദ്രവകരമല്ലാത്ത വിധത്തിൽ എന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ്. ആലപ്പാട്ടെ ഖനനം എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ളതാണ്. തീരദേശ സംരക്ഷണ നിയമം, റാംസർ കൺവെൻഷൻ നിയമം, മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ ഇതൊക്കെ ലംഘിച്ചുകൊണ്ടുള്ളതാണ്. ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഖനനം നടത്തേണ്ടിയിരുന്നത്. വിവിധ തലങ്ങളിൽ നിന്ന് കിട്ടേണ്ട അനുമതികളുടെ മറവിൽ ഇത്രയും നാളും ചെയ്തിരുന്നത് ആ ഒരു നിയമങ്ങളെല്ലാം വ്യവസ്ഥാപിതമായി എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന നിയമങ്ങളുടെ ലംഘനമാണ് നടന്നിട്ടുള്ളത്. ഒരു ചെറുവരമ്പ് പോലെ മാത്രം നിലനിൽക്കുന്ന ശേഷിക്കുന്ന കരഭൂമിയെ നിലനിർത്താനുള്ള നടപടികളാണ് ഇന്നത്തെ അടിയന്തര ആവശ്യം. ഇത് ആലപ്പാട്ടുകാരുടെ മാത്രം പ്രശ്നമല്ലെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിയണം. ഞങ്ങൾ പറയുന്നത് ഈ കായംകുളം കായലിനും അറബിക്കടലിനും ഇടയിലുള്ള ഈ 80 കിലോമീറ്റർ വരും തൃക്കുന്നപ്പുഴ വരെ, പിന്നെ അതിനപ്പുറത്തോട്ട് തോട്ടപ്പള്ളി വരെ ഉണ്ട്, ഒരു 100 കിലോമീറ്റർ വരും പുറക്കാട് പഞ്ചായത്തോടാകുമ്പോഴേ. ഇത്രയും പ്രദേശം സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഓണാട്ടുകരയും കുട്ടനാടും കടൽ വെള്ളത്തിൽ അടിയിലാകുമെന്നുള്ള അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ
കേരളം അനുഭവിക്കാൻ വരുമെന്നുള്ള വലിയൊരു രാഷ്ട്രീയമാണ് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം സീ വാഷിംഗ് നടത്തി കര പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ നടപടിക്രമം മാറ്റി അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് കര പ്രൊട്ടക്റ്റ് ചെയ്യണം. മണ്ണ് മിനറൽ മാത്രമേ എടുക്കാവൂ, ബാക്കിയോടെ ഫില്ല് ചെയ്യണം എന്നാണ് നീണ്ട നാളത്തെ ആവശ്യം. അതനുസരിച്ച് ഈ ഗവൺമെൻറ് വന്നപ്പോൾ നടപടിക്രമങ്ങൾ പോയി. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ് നടപടി പോയിട്ടുണ്ട്. പുലിമുട്ടിന് ടെൻഡർ ചെയ്തു, ടെൻഡർ ചെയ്തതല്ല, വർക്ക് അവാർഡ് ചെയ്തു. അവിടെ എന്താണ് വർക്ക് തുടങ്ങാത്തത് നോക്കണം. IRE മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ സീ വാഷിംഗ് മാത്രമായി പോകാൻ പാടില്ലെന്നാണല്ലോ ഈ ഗവൺമെൻറ് നിലപാട്. ഈ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് കര പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരെടുക്കാൻ പാടുള്ളൂ എന്ന് പരിസ്ഥിതി കമ്മിറ്റിയുടെ ശുപാർശ ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളുടെ അഭിപ്രായത്തിന് എതിരല്ല. IRE ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അവർ ഉത്തരവാദിത്വമില്ലാതെ അവിടെ മൈനിങ് നടത്തിക്കൂടാ, കര പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടത്തണം. അപ്പോൾ ലാൻഡ് മൈനിങ് ലാൻഡ് മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീഫിൽ ചെയ്ത് സ്ഥലം തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് IREൽ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ അതവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മണ്ണ് നികത്തി ചെയ്യാമെന്ന് പറയുന്നത് ചവറയിൽ കുറഞ്ഞ ചില പ്രദേശത്ത് അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെയും മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഈ പറയുന്ന പോലെ മോണോസൈറ്റും ഇൽമനൈറ്റും വേർതിരിച്ചാൽ ബാക്കി അതിലുണ്ടാകുന്ന ധാതുക്കൾ പലതും ഹൈ റേഡിയേഷൻ ഉള്ളതാണ് എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്ത് ഈ ഭൂമിയുടെ താഴെ കിടന്നിരുന്ന മണ്ണെടുത്ത് മുകളിലിട്ടു. രണ്ടാമത്, ഇത് മണ്ണ് വീണ്ടും കൊണ്ടിടുമ്പോൾ അതൊരു ഉറച്ച കരയാവില്ല. അതുകൊണ്ട് കടലാക്രമണത്തിൻ്റെ സാധ്യത ഏത് സമയത്തുമുണ്ട്. ആ മണ്ണിന് ഉണ്ടായിരുന്ന ജൈവ വൈവിധ്യം അതിന് നഷ്ടപ്പെട്ടു. വേറെ ഒരു തരത്തിലുള്ള മണ്ണാണ് അവിടെ കൊണ്ടിടുന്നത്. അതുകൊണ്ട് ഒരു കൃഷി തുടങ്ങിയ കാര്യങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. താൽക്കാലിക നേട്ടത്തിനപ്പുറം ഒരു നാടിനാകെ ഭീഷണിയായിട്ടുള്ള ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു 30-40% ഉൽപ്പാദനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൽ നിന്നും ഒരു 4% റബ്ബർ പോലും വാല്യൂ അഡീഷനിലേക്ക് നാച്ചുറൽ റബ്ബർ പോകുന്നില്ല. ഒരു കാലത്ത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് താങ്ങായിരുന്ന റബ്ബർ കൃഷിയോട് കൃഷിക്കാർ വിട പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. റബ്ബറിൻ്റെ വിലയിടിവ് കേരളത്തിലെ മുഖ്യ റബ്ബർ ഉൽപ്പാദന മേഖലയായ കോട്ടയം ജില്ലയെ ആകെ തളർത്തിയിരിക്കുന്നു. റബ്ബർ കൃഷി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി മെച്ചപ്പെടുത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ചെറുതും വലുതുമായ തോട്ടങ്ങളിൽ റബ്ബർ വെച്ചുപിടിപ്പിച്ച് ഉൽപ്പാദനം തുടങ്ങിയതോടെ കോട്ടയം ജില്ലയുടെ മുഖം തന്നെ മാറി. ചെറുകിട നാമമാത്ര കർഷകർക്ക് പോലും ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായി. എന്നാൽ ഇന്ന് കഥയാകെ മാറി. വില വളരെയധികം താന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് കാലവർഷം റബ്ബർ കർഷകരെ ഈ വർഷം ഉണ്ടായ അതിപ്രളയം റബ്ബർ കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഒരു 30-40% ഉൽപ്പാദനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം സ്റ്റഡിയായിട്ട് ഇറങ്ങേണ്ട ഈ 120 ഒരു റേഞ്ചിൽ തന്നെയാണ് ഒരു കിലോഗ്രാം ഏറ്റവും നല്ല 4 ഷീറ്റ് എന്ന് പറയുന്നതിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 100 രൂപ, 115 രൂപ, 100 രൂപയിൽ താഴെ വരെ ലാറ്റക്സിനും വില കുറഞ്ഞു പോയിട്ടുണ്ട്. വൻതോതിലുള്ള റബ്ബർ ഇറക്കുമതി കാരണം മാർക്കറ്റിലെ ഷീറ്റ് റബ്ബറിൻ്റെ വില വളരെ കുറവാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൻ്റെ 95% ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിൽ നിന്നും ഒരു 4% റബ്ബർ പോലും വാല്യൂ അഡീഷനിലേക്ക് നാച്ചുറൽ റബ്ബർ പോകുന്നില്ല. അപ്പോൾ ഈ നാച്ചുറൽ റബ്ബർ എല്ലാം പോകുന്ന ഇൻഡസ്ട്രിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൻഡസ്ട്രിയുടെ താല്പര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് സംരക്ഷിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞതോടെയാണ് ഇവിടെ റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞത്. 200 രൂപ വരെ ലഭിച്ച റബ്ബറിന് പൊടുന്നനെ വിലയിടിഞ്ഞു. പലപ്പോഴും 110 രൂപയിലേക്ക് വരെ ഇത് താഴ്ന്നു. വിലസ്ഥിരതാ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയെങ്കിലും ഇതിന്റെ ആനുകൂല്യം ലഭിച്ചത് കുറച്ചു പേർക്ക് മാത്രമാണ്. ഇതോടെ കോട്ടയത്തെ റബ്ബർ കർഷകർ വലിയ ബുദ്ധിമുട്ടിലായി. കേന്ദ്ര സർക്കാർ ബജറ്റുകളിൽ റബ്ബർ ബോർഡിന് പ്രത്യേക പരിഗണന നൽകാത്തതും കോട്ടയത്തെ കർഷകരെ ബാധിച്ചു തുടങ്ങി. സബ്സിഡിയും ലഭിക്കാതായതോടെ പലരും ഈ മേഖലയിൽ നിന്ന് പടിയിറങ്ങി. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് ഒരു സബ്സിഡിയുടെ ഒരു ആനുകൂല്യം നമുക്ക് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത് കിട്ടുന്നുണ്ടായിരുന്നു, കേരള സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. അതെന്നാൽ ഇപ്പോൾ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നതും കിട്ടാത്തതും ഒരുപോലെ എന്നുള്ള ഒരു രീതിയാണ്. കാരണം വല്ലപ്പോഴും ഒന്ന് കിട്ടും. സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരുന്ന 150 രൂപയുടെ ഒരു വിലസ്ഥിരതാ പദ്ധതി അത് മാത്രമായിരുന്നു ഒരാശ്രയം. പക്ഷേ എങ്കിൽ പോലും അതും സമയങ്ങളിൽ കിട്ടാതെ
കർഷകർ വളരെയേറെ അലയുകയുണ്ടായി. ഈ കഴിഞ്ഞ വർഷം മറ്റൊരു കാര്യം സംഭവിച്ചത്, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി വീതം വയ്ക്കുകയാണ് ഉണ്ടായത്. ഒരു എക്സ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു, അത് ത്രിപുരയ്ക്ക് മാത്രമായിട്ട് നൽകുകയാണ് ഉണ്ടായത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അന്ന് പ്രഖ്യാപിച്ച ഒരു ദേശീയ റബ്ബർ നയമുണ്ട്. 4 വർഷമായി ഇതുവരെ അത് പ്രഖ്യാപിക്കുവാനോ അതിൻ്റെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൊടുക്കുവാനോ അവർ തയ്യാറായിട്ടില്ല. പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് എന്ന വില 150 രൂപ വരെ ഉള്ള വില ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ കഴിഞ്ഞ 2 കൊല്ലത്തിനകത്ത് 860 കോടിയോളം രൂപ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവായിട്ട് ഈ വിലയിടിവിനെ തടയുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം 500 കോടി രൂപ വീതമാണ് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്. ദീർഘകാല അടിസ്ഥാനത്തിൽ റബ്ബറിൻ്റെ വില പിടിച്ചു നിർത്തണമെങ്കിൽ റബ്ബറിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കണം. അത് വേണ്ടത്ര വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു 4000-ഓളം സാധനങ്ങൾ റബ്ബർ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാം. അതിൽ ഭയങ്കരമായ എക്സ്പോർട്ട് പോസിബിലിറ്റിയുമുണ്ട്. അതുകൊണ്ട് റബ്ബർ പാർക്ക് കൂടുതൽ വ്യാപകമാക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. പ്രളയം റബ്ബർ കർഷകർക്ക് കൂനിന്മേൽ കുരുവായി മാറി. പ്രളയശേഷം റബ്ബർ മരങ്ങളെ വിവിധ രോഗങ്ങൾ ബാധിച്ചു. മരങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതായി. ഇതോടെ റബ്ബർ കർഷകർ ആ കൃഷിയോട് വിട പറയുകയാണ്. വിലത്തകർച്ചയിൽ ബുദ്ധിമുട്ടുന്ന കോട്ടയത്തെ റബ്ബർ കർഷകരെ കുറച്ചൊന്നുമല്ല പ്രളയം ദുരിതത്തിലാക്കിയത്. ഏക്കർ കണക്കിന് റബ്ബർ കൃഷിയാണ് നശിച്ചത്. കൃത്യസമയത്ത് വെട്ടാത്തതിനാലും മറ്റ് ജോലികൾ ചെയ്യാത്തതിനാലും പലരുടെയും റബ്ബർ നശിച്ചു. ഇപ്പോൾ നേരിടുന്ന വലിയ വെല്ലുവിളിയെന്ന് പറയുന്നത് രോഗങ്ങളാണ്. ഇല ചീയുന്ന പിങ്ക് രോഗമടക്കം വ്യാപകമായി. ഒപ്പം പല മരങ്ങളും ഇല പൊഴിയുന്ന സ്ഥിതിയും നിലനിൽക്കുന്നു. വേര് ചീയലടക്കമുള്ള രോഗങ്ങളും വന്നതോടെ കർഷകരുടെ ഉൽപ്പാദനം പകുതിയിൽ താഴെയായി കുറഞ്ഞു. ഈ വലിയ മഴ വരുമ്പം പൈറ്റോപ്തോറ എന്ന് പറഞ്ഞ ഒരു ഫംഗൽ ഡിസീസുണ്ട്. അത് ഒരു വലിയൊരു തോതിൽ വന്നതുകൊണ്ട് മരത്തിലുള്ള ഇലയെല്ലാം പൊഴിഞ്ഞു പോയതുകൊണ്ട് ഈ ഒക്ടോബർ നവംബർ ഡിസംബറിൽ നല്ല ക്രോപ്പ് കിട്ടുന്ന സമയത്ത് മരത്തിൽ നിന്നൊന്നും ഈൽഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാ എസ്റ്റേറ്റുകളിലും ഒരു 30% ഉൽപ്പാദനം കുറഞ്ഞുപോയി. മുൻ ഗവൺമെൻറ് ഇറക്കുമതി ചുങ്കം ഗണ്യമായ രീതിയിൽ കുറച്ചിരുന്നു. 20% ഇറക്കുമതി ചുങ്കം ഉണ്ടായിരുന്നത് 7.5% കുറച്ചു. അതിൻ്റെ അർത്ഥം 100 രൂപ ഇറക്കുമതി ചെയ്യുമ്പോൾ 20 രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതിന് പകരം 7 രൂപ കൊടുത്താൽ മതി. ഇപ്പോൾ ആരെയാണ് സഹായിക്കുന്നത്? സഹായം കിട്ടിയത് വൻകിടക്കാർക്കായി, വലിയ വലിയ ഫാക്ടറികൾക്കും ടയർ ഉടമകൾക്കുമായി. ഞാനും പ്രധാനമന്ത്രി ശ്രീ മോദിജിയൊക്കെ പോയി കണ്ടിരുന്നു. കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുത്തു. അത് 20 നിന്ന് 7.5 മാറ്റിമറിച്ച് 20 നിന്ന് 25 വർദ്ധിപ്പിച്ചു. എന്ന് പറയുമ്പോൾ മാക്സിമം ഡ്യൂട്ടി അത്രയാണ് കൂട്ടാവുന്നത്. മാക്സിമം ലെവലിലേക്ക് എത്തിച്ചു. അത് വലിയ ഗുണമായി. പക്ഷേ അതിൻ്റെ പ്രയോജനം വേണ്ടത്ര കിട്ടാതെ പോയത് വിദേശത്ത് വില ഇടിഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഓയിൽ വിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റബ്ബറിൻ്റെ ഫ്ലക്ച്വേഷൻ വരുന്ന സാഹചര്യത്തിൽ സുസ്ഥിരമായിട്ടുള്ളൊരു വില നാച്ചുറൽ റബ്ബറിന് കിട്ടണമെങ്കിൽ നാച്ചുറൽ റബ്ബറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്പ് ചെയ്ത് വരണം. ഇപ്പം ഇൻഡസ്ട്രിയുടെ കുറവുണ്ടായിട്ടില്ല. ഇൻഡസ്ട്രിയുടെ താല്പര്യത്തിനനുസരിച്ച് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം ലൂപ്പ് ഹോൾസും അവർക്ക് അനുകൂലമായ നിലയിലുള്ള നിലപാട് സെൻട്രൽ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയെ എന്ന നിലയിൽ പിന്നെ കൃഷിക്കാർ തന്നെ അവരുടെ ഓണർഷിപ്പിലുള്ള ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ ആവശ്യമാണ്. പ്രത്യേക പാക്കേജ് തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമുൽ മാതൃകയിൽ കമ്പനി രൂപീകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ കോട്ടയത്ത് പറഞ്ഞു. പക്ഷേ ഇതൊന്നും നടന്നില്ല. സംസ്ഥാന സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും റബ്ബർ ബോർഡ് അടക്കം പിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. ഈ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, കേരളത്തിലെ റബ്ബർ കർഷകർ കൂടി പങ്കാളിത്തമുള്ള ഒരു സിയാൽ മോഡലിലുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കമ്പനി കേരളത്തിൽ രൂപീകരിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ അത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ അനുസരിച്ചുണ്ടാകുന്ന വിലയിടിവിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കാനും സുസ്ഥിരമായ വില കൊടുക്കാനും സംസ്ഥാന ഗവൺമെൻറ് സാധിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ റബ്ബർ കർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. പലരും റബ്ബർ വെട്ടി പൈനാപ്പിൾ അടക്കം വേഗം ലാഭം ലഭിക്കുന്ന കൃഷിയിലേക്ക് മാറി. റബ്ബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മറ്റു വസ്തുക്കളുടെയും സാധന സാമഗ്രികളുടെയും ഉൽപ്പാദനത്തെയും ഇത് സാരമായി ബാധിച്ചു. ഇതോടെ കോട്ടയത്തിൻ്റെയും കേരളത്തിൻ്റെയും വ്യവസായ മേഖലയ്ക്ക്
വലിയ തകർച്ചയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ചരിത്ര മ്യൂസിയം വീട്ടിൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം പല റൂമുകളിലായിട്ട് എടുത്തു വച്ചിരിക്കുകയാണ് ചെയ്തത്. അവശതകൾക്കിടയിലും വിസ്മയകരമായ പുരാവസ്തു ശേഖരം ഒരുക്കിയെടുത്ത ഒരു മനുഷ്യനുണ്ട് മലപ്പുറത്ത്. പുറ്റേക്കാടൻ അബ്ദുൽ കരീം എന്ന ആ മനുഷ്യൻ്റെ ജീവിത വഴികളാണ് ഇനി. മലപ്പുറം കാടപ്പടിയിലുള്ള ഭിന്നശേഷിക്കാരനായ പുറ്റേക്കാടൻ അബ്ദുൽ കരീമിൻ്റെ പുരാവസ്തു ശേഖരം വിസ്മയകരമാണ്. ഒളകര ഗവൺമെൻറ് LP സ്കൂൾ അധ്യാപകനായ കരീം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചാണ് ഈ പുരാവസ്തുക്കൾ അത്രയും ശേഖരിച്ചത്. ഞാൻ 18 വർഷത്തോളമായിട്ട് ഇത് കളക്ട് ചെയ്ത് ശേഖരിച്ച് വരികയാണ്. 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ, കറൻസികൾ, സ്റ്റാമ്പുകൾ, പിന്നെ ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ, ഇന്ത്യയുടെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ ഉപയോഗിച്ച നാണയങ്ങൾ, ലോകത്ത് ആദ്യം ഇറങ്ങിയ സ്റ്റാമ്പുകളിൽ ഒന്നായിട്ടുള്ള റെഡ് പെന്നി സ്റ്റാമ്പ്, അതോടൊപ്പം അമൂല്യമായിട്ടുള്ള ഒട്ടേറെ നാണയങ്ങൾ എല്ലാം ശേഖരിച്ചു വരുന്നു. അതോടൊപ്പം എൻ്റെ കയ്യിൽ 2 കാറ് 1968 പുറത്തിറങ്ങിയ ഒരു അംബാസഡർ കാറ് ഉണ്ട്. അതോടൊപ്പം ഒരു പ്രീമിയർ പത്മിനി കാറും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തത്. ഇന്നും ഒരു യാത്രയായിട്ട് തുടരുകയാണ്. ഇതിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരീമിൻ്റെതായി 120ഓളം പ്രദർശനങ്ങൾ നടത്തിക്കഴിഞ്ഞു. മുൻതലമുറകളുടെ ജീവിതം പുതുതലമുറക്ക് പകർന്നു നൽകാനായി ഒളകര സ്കൂളിൽ വിവിധ ദിനാചരണങ്ങളുടെ ഭാഗമായി കരീമിൻ്റെ പുരാവസ്തുക്കൾ വിഷയാധിഷ്ഠിതമായി പ്രദർശിപ്പിക്കാറുണ്ട്. 10 കോടിയോളം രൂപ വിലമതിക്കുന്ന വസ്തുക്കളുണ്ട് ഈ ശേഖരത്തിൽ. അതോടൊപ്പം അമൂല്യമായിട്ടുള്ള ഒരു പഞ്ചലോഹ നാണയം എൻ്റെ കയ്യിലുണ്ട്. പട്ടാഭിഷേകം എന്നാണ് അത് അറിയപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ അമ്പലങ്ങളിൽ ഉപയോഗിച്ച ഒരു നാണയമായിരുന്നു. പലപ്പോഴും പല എക്സിബിഷനുകളും പോകുമ്പോൾ പ്രായമുള്ള അമ്മമാർ കരയുന്നതായിട്ട് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവൻ പറയും, ഞങ്ങൾ ഉപയോഗിച്ച ഉപകരണങ്ങളാണ്. ഇന്ന് ഇതൊന്നും കാണാനില്ല. ഞങ്ങളുടെ പൂർവികർ അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളെ പരിചരിച്ചത് എന്ന് അറിയുമ്പോഴാണ് ആ ഒരു കരച്ചിലിൻ്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചെമ്പിൽ തീർത്ത ഖുർആനും ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ ക്രയവിക്രയങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പലതരം നാണയങ്ങളും കരീമിൻ്റെ ശേഖരത്തിലെ അമൂല്യ വസ്തുക്കളാണ്. വീട്ടിനകത്ത് മുഴുവൻ കൂട്ടിയിരിക്കുന്ന ഈ അമൂല്യ സ്വത്ത് ചിട്ടയായി പ്രദർശിപ്പിക്കാൻ ഒരു വലിയ മ്യൂസിയം തന്നെ വേണ്ടിവരും. ഇനി ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ചരിത്ര മ്യൂസിയം വീട്ടിൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം പല റൂമുകളിലായിട്ട് എടുത്തു വച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മ്യൂസിയം ആവശ്യമായിട്ടുണ്ട്. ഏതായാലും അടുത്ത വർഷങ്ങളിലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അത് വിജയത്തിലേക്ക് എത്തിക്കണമെന്നാണ് ആഗ്രഹം. അത് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അവശതകൾ വകവയ്ക്കാതെ വൻതുക മുടക്കി പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന കരീം ഇതിനായി നിരവധി യാത്രകളും നടത്തിയിട്ടുണ്ട്. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.